ഇതും ഈ ലാസ്റ്റ് നടന്ന ഫേസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യനകത്ത് പറയുന്നത് ഒരു 200 മീറ്ററുള്ള ഫേസിൽ എ ബിക്ക് ഒരു ഹെഡ് സ്റ്റാർട്ട് നൽകുവാണ് 35 മീറ്റർ. അതായത് എ 200 ഓടുമ്പോൾ മറ്റവന് 165 ഓടിയാൽ മതി എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ടും എ 20 സെക്കൻഡിന് ജയിച്ചു. അതവിടെ ഇരിക്കട്ടെ. രണ്ടാമത്തെ കേസിൽ ഇഫ് എ ഗീവ്സ് ബി എ ഹെഡ് സ്റ്റാർട്ട് ഓഫ് 55 മിനിറ്റ്, എ ബിക്ക് 55 മിനിറ്റ് ഒരു ഹെഡ് സ്റ്റാർട്ട് നൽകി കഴിഞ്ഞാൽ അതൊരു ഡെഡ് ഹീറ്റ് ആയിട്ട് മാറുമെന്ന് പറഞ്ഞു. ഓക്കെ, അതൊരു ഡെഡ് ഹീറ്റ് ആയിട്ട് മാറുമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ സെക്കൻഡ് കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ടൈം സെയിം ആണ്. രണ്ടുപേരും ഓടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൈം സെയിം ആണ്. അതായത് ആദ്യത്തെ എ ടി സെക്കൻഡ് എടുത്തു കഴിഞ്ഞാൽ ബിയും ടി സെക്കൻഡാണ് എടുക്കുന്നത്. ടൈം സെയിം ആണെങ്കിൽ സ്പീഡിൻ്റെ റേഷ്യോ എന്ന് പറയുന്ന ഡിസ്റ്റൻസിൻ്റെ റേഷ്യോയ്ക്ക് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ എയിൻ്റെയും ബിയിൻ്റെയും ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ എനിക്ക് എ 200 ഓടുന്നു. രണ്ടാമത്തെ കേസിൽ ബിക്ക് 55 കുറച്ച് ഓടിയാൽ മതി, 145 ഓടിയാൽ മതി. ഓക്കെ, നമുക്ക് 5 വെച്ച് ക്യാൻസൽ ചെയ്യാം. 40, 5 വെച്ച് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2 പ്രാവശ്യം പോകും, 29. 40, 29. ഇനി ഞാൻ ആദ്യത്തെ കേസിലോട്ട് വരുവാണ്. ആദ്യത്തെ കേസിൽ എ 200 ഓടുമ്പോൾ ബിക്ക് 165 ഓടിയാൽ മതി. ഞാനാണെങ്കിൽ ഇവരുടെ ടൈമിൻ്റെ റേഷ്യോ എടുക്കുവാണ്. ഓക്കെ, ടൈം എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഓക്കെ, ഇവിടെ എയിൻ്റെ സ്പീഡിന് കറസ്പോണ്ടിങ് ആയിട്ട് 40 ഉണ്ട്. ഇവിടെയാണെങ്കിൽ 29 ബീൻ്റെ സ്പീഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. അത് റേഷ്യോ ആയതുകൊണ്ട് ഇവിടെ റേഷ്യോ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. സോ ഇത് കട്ട് ചെയ്ത് പോയിട്ട് എനിക്കിവിടെ 5 എന്ന് പറഞ്ഞു വരും. ഇവിടെ 165 എന്ന് പറഞ്ഞു വരും ബൈ 29. ഇത് കട്ട് ചെയ്ത് പോകുമ്പോൾ 3 വരും, 33 വരും. സോ ടൈമിൻ്റെ റേഷ്യോ 29:33 എന്ന് പറഞ്ഞു വരും. ഓക്കെ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട് എ ആണെങ്കിൽ 20 സെക്കൻഡിന് ജയിക്കുന്നു. അതായത് ഈ ഒരു ടൈമിൻ്റെ റേഷ്യോയിൽ തന്നെ വിസിബിൾ ആണ്. എ 29 സെക്കൻഡ് എടുക്കുമ്പോൾ ബിക്ക് 33 സെക്കൻഡ് എടുക്കുന്നുണ്ട്. അതായത് 4 യൂണിറ്റ് ടൈം എക്സ്ട്രാ എടുക്കുന്നുണ്ട്. ആ 4 യൂണിറ്റിന് കറസ്പോണ്ടിങ് ആണ് 20. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 5 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ഇത് ചോദിച്ചിരിക്കുന്നത് എക്ക് 200 മീറ്റർ റൺ ചെയ്യാനായിട്ട് എത്ര ടൈം എടുക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആക്ച്വലി ഈ കിടക്കുന്ന 29 എന്ന് പറയുന്നത് എക്ക് 200 മീറ്റർ ഓടാൻ എടുക്കുന്ന ടൈമിൻ്റെ റേഷ്യോ ആണ്. അപ്പം നമുക്ക് 29 യൂണിറ്റ് എത്രയെന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചാൽ മതി. 1 യൂണിറ്റ് 5 ആണെങ്കിൽ 29 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 29 × 5 അല്ലെങ്കിൽ 150 എന്ന്, കാരണം 30 × 5 150 150 5 കുറച്ചാൽ മതി. സോ ഓപ്ഷൻ എ ആയിരിക്കും ഫൈനൽ ആൻസർ. 145 സെക്കൻഡ് ആയിരിക്കും ഫൈനൽ ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്.